പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബിജെപിയിലേക്ക് ചേക്കേറിയതോടെ കേരളത്തിലെ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയായെന്നും രാഷ്ട്രീയത്തിൽ തന്നെ കോൺഗ്രസിന് അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരുന്നെന്നും വലിയ തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വടകരയിൽ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന കെ മുരളീധരൻ പിന്നീട് ഒറ്റ രാത്രി കൊണ്ട് തൃശൂരിലേക്ക് എത്തുന്നതും. അതുവരെ തൃശൂരിൽ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കും എന്ന് പറഞ്ഞിരുന്ന ടി എൻ പ്രതാപനെ മാറ്റുകയും ടി എൻ പ്രതാപനെ നിയമസഭയിലേക്ക് പരിഗണിക്കാം എന്നെല്ലാം തന്നെ പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടായിരുന്നു. വലിയ ചർച്ചയിലേക്കെല്ലാം തന്നെ ഈ സാഹചര്യങ്ങൾ നീണ്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പത്മജ വേണുഗോപാലിന്റെ ബിജെപിയിലേക്കുള്ള പ്രവേശനമാണ്. സ്വാഭാവികമായും ആ സമയം മുതലേ ഉയർന്നു വന്ന ചോദ്യമാണ് പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് പോകുന്നതും കെ മുരളീധരൻ തൃശൂരിലേക്ക് വരുന്നതും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? കെ മുരളീധരൻ വടകരയിൽ നിന്ന് കഴിഞ്ഞാലും തൃശൂരിൽ നിന്ന് കഴിഞ്ഞാലും ലഭിക്കാനുള്ള വോട്ടുകളുടെ കാര്യത്തിൽ അതിപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനെ ബാധിക്കുകയാണെങ്കിൽ അത് മുരളീധരനെ ബാധിക്കുകയില്ലേ? തൃശൂരിലേക്ക് വന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് യഥാർത്ഥത്തിൽ മുരളീധരന് ഉണ്ടാവും? മാത്രമല്ല ടി എൻ പ്രതാപനെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ മുരളീധരനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും യുഡിഎഫിന് ലഭിക്കേണ്ട വോട്ടുകളെല്ലാം തന്നെ കുറയുകയല്ലേ ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ടി എൻ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹം തൃശൂരിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി കൂടിയാണ്. മാത്രമല്ല തൃശൂരിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ അദ്ദേഹത്തിന് നിയമസഭാ തലത്തിലാണെങ്കിലും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. മാത്രമല്ല തീരദേശ മേഖലയിലുള്ള സാമുദായിക വോട്ടുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് അനുകൂലമായി വരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതും വളരെയധികം തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേ സാഹചര്യത്തിൽ മുരളീധരന് അത്തരമൊരു സ്വീകാര്യതയോ സ്വാധീനമോ കുറവാണ് എന്ന് പോലുമുള്ള വാർത്തകളും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ യുഡിഎഫ് നിഷേധിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അത് കരുണാകരൻ ഏറെ സ്വാധീനമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തോട് അടുത്തു നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. അതുപോലെ തന്നെ മുരളീധരന് അനുകൂലമായി മാത്രമേ തൃശൂരിൽ കാറ്റ് വീശുകയുള്ളൂ എന്ന് യുഡിഎഫ് ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകളുമായി പത്മജ വേണുഗോപാൽ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ ബിജെപിയിലേക്ക് പോയത് കൊണ്ടല്ല തന്റെ ജ്യേഷ്ഠനായിട്ടുള്ള കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റിയത്. അതിനു പിന്നിൽ കോൺഗ്രസിന് തന്നെ വലിയ നീക്കങ്ങളുണ്ട്. അതെല്ലാം തന്നെ ചില രാഷ്ട്രീയ കളികൾ തന്നെയാണ്. ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമാണ് പുറത്തേക്ക് വരിക. മാത്രമല്ല ഇതിന് പിന്നിലെല്ലാം തന്നെ ഒരാളുടെ ഹസ്തങ്ങൾ തന്നെയാണെന്നെല്ലാം തന്നെ പത്മജ വേണുഗോപാൽ തുറന്നു പറയുകയാണ്. മാത്രമല്ല പത്മജ വേണുഗോപാൽ പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തൃശൂരിൽ മത്സരം നടക്കുന്നത് അത് ബിജെപിയും എൽഡിഎഫും തമ്മിലാണ്. അവിടെ കോൺഗ്രസിന് യാതൊരു പ്രസക്തി പോലും ഇല്ല എന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൽ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്ന് അവർ പറയുന്നുണ്ട്. കോൺഗ്രസുകാർക്കെതിരെ മുരളീധരൻ തന്നെ രംഗത്തെത്തുമെന്നും പത്മജ പറയുകയാണ്. ഫലം വന്നതിന് പിന്നാലെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് എത്തുമെന്നും പത്മജ പറഞ്ഞു വെക്കുന്നുണ്ട്. മനോരമ ന്യൂസിനോടുള്ള ഒരു പ്രതികരണത്തിലായിരുന്നു അവരുടെ മറുപടി എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ ചെറുപ്പക്കാരും സ്ത്രീകളുമാണ് യഥാർത്ഥത്തിൽ ബിജെപിയുടെ ശക്തിയായി നിൽക്കുന്നതെന്നും കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് കോൺഗ്രസിലുള്ളതെന്നും കൂടി പത്മജ പറഞ്ഞു വെക്കുന്നുണ്ട്. ചെറുപ്പക്കാരുടെ ആവേശം കാണുമ്പോൾ കൂടുതൽ സീറ്റുകൾ ബിജെപിക്ക് കിട്ടുമെന്ന് തോന്നും. ബിജെപി ഒരു വർഗീയ പാർട്ടിയാണെന്ന് തോന്നിയിട്ടുമില്ല എന്നും കൂടി അവർ ആവർത്തിക്കുകയാണ്. വർഗീയ പാർട്ടിയാണെങ്കിൽ അനിൽ ആന്റണിയും എ പി അബ്ദുള്ളക്കുട്ടിയും ഒന്നും വരില്ലല്ലോ എന്ന് കൂടി പത്മജ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലും വികസനം വരണമെന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ. അങ്ങനെ ആലോചിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് ബിജെപിയാണ്. എത്ര സീറ്റ് കിട്ടുമെന്ന് പറയാനാകില്ല. പക്ഷേ താമര വിരിയും. മാത്രമല്ല എൽഡിഎഫിന് എതിരായ ഒരു വികാരം ഉണ്ട് ഇവിടെ എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ ആർക്കാണ് ഗുണം ചെയ്യുകയെന്ന് മാത്രം നോക്കിയാൽ മതിയെന്ന് കൂടി പത്മജ പറയുകയാണ്. തൃശൂരിൽ സുരേഷ് ഗോപി വർഷങ്ങളായി പ്രവർത്തിക്കുന്നെന്നും കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോയേക്കുമെന്നും അവർ പറയുന്നു. ബിജെപിയുടെ പ്രധാന എതിരാളി എൽഡിഎഫ് ആണ്. കെ മുരളീധരൻ തന്നെ പറയുന്നത് കാര്യമാക്കുന്നില്ല. ജൂൺ 4-ന് ശേഷം അദ്ദേഹം എന്ത് പറയുമെന്നതാണ് താൻ നോക്കുന്നത്. അന്ന് എനിക്കെതിരെ ആയിരിക്കില്ല, അവിടുത്തെ കോൺഗ്രസുകാർക്കെതിരെ ആയിരിക്കും അദ്ദേഹം പ്രതികരിക്കുക. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ കോൺഗ്രസുകാർ നടത്തുന്നതെന്നും തന്നെ ദ്രോഹിച്ചവർ മുഴുവൻ അവിടെ ഉണ്ടെന്നും എന്നാൽ തന്നെ സഹായിച്ചവരാരും തന്നെ തൃശൂരിൽ ഇല്ല എന്നുകൂടി പത്മജ പറഞ്ഞു വെക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞത് പത്മജ ബിജെപിയിൽ പോയതുകൊണ്ടാണ് കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിച്ചത് എന്നാണ്. അങ്ങനെയല്ല, താൻ പാർട്ടി മാറുന്നതിന് ഒരു മാസം മുൻപേ തന്നെ മുരളീധരനോട് തൃശൂരിൽ മത്സരിക്കാൻ ചിലർ ആവശ്യപ്പെട്ടിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഇവിടെ വരരുതെന്നും പലരും ചതിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല, ഞാൻ ഒരിക്കലും അവിടെ മത്സരിക്കില്ല എന്ന് തന്നെയായിരുന്നു. എന്തു തന്നെയാണെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തൃശൂർ പോലുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോലും നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് പത്മജ വേണുഗോപാലിന്റെ ഈ വെളിപ്പെടുത്തൽ വരുന്നത്. അവിടെ യുഡിഎഫിന് ഒരുപക്ഷെ വിജയിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള സർവേ റിപ്പോർട്ടുകളും തന്നെ പുറത്തു വരുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ എൽഡിഎഫിന് അനുകൂലമായ സാധ്യതാ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും പത്മജ വേണുഗോപാലിന്റെ ഈ വാക്കുകൾ വലിയ ഒരു ചർച്ചയിലേക്ക് തന്നെ
നീങ്ങിയിരിക്കുകയാണ്. എന്തു തന്നെയാണെങ്കിലും കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൃശ്ശൂരിൽ വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു, അതുകൊണ്ട് തന്നെ താൻ അത് അനുസരിക്കുക തന്നെയാണ്. തൃശ്ശൂരിൽ എന്തു തന്നെയാണെങ്കിലും വിജയിച്ചു വരാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസവും അദ്ദേഹത്തിൽ തന്നെയുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇതേ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFന്റെ ഭാഗത്തു നിന്നും അഥവാ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ച പ്രതികരണം എന്ന് പറയുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് അത് കരുണാകരൻ വിജയം കുറിച്ച ഒരു മണ്ഡലം തന്നെയാണ്, വിജയം കുറിച്ച ഒരു മണ്ണ് തന്നെയാണ്. അവിടേക്ക് അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ 20 മണ്ഡലങ്ങളിലും വിജയം ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ പത്മജിയുടെ ചില വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ വലിയ ചർച്ചയിലേക്കെല്ലാം തന്നെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം വീണ്ടും നീങ്ങുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കെ മുരളീധരനെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത് അത് ചതിക്കാനാണോ അതോ വളർത്താനാണോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടി വരും.